66 ദശകം. ഭഗവാൻ ഗോപികയ്ക്ക് കുലവധൂ ധർമ്മോപദേശിക്കുന്നു. രതിക്രീഡകളുടെ ആരംഭം. ഉഭയതാനാം സുദൃശ്യാം കുസുമായുധബാണപാദാവിവശ്യനാം അഭിവാഞ്ചിതം വിധാതോ കൃതമതിരതീതാഞ്ജഗാദാമാമിവ ഗഗനഗതം മുനീനിവാഹം ശ്രാവയതു ജഗതി കുലവധൂധർമ്മം ധർമ്മ്യം ഖലു ദേവജനം കർമ്മന്തൂനോ നിർമ്മലവസ്യ വിശ്വാസ്യം ആകർണ്യതാ പ്രദീപാം വാണിമേണീദൃശ പരം ധീനാ മാമാകരുണസിന്ധോ പരിത്യജോദ്യതിച്ചിരം വിലേപസ്തുതാ താസാം ഹൃദിർലഭിതൈഃ കരുണാകുലമാനസാ മുരാരേ ത്വം താഭിസമം പ്രവൃത്തേ യമുനാ പുളിനേഷു കാമഭിരന്തും ചന്ദ്രകരസ്യ രസൽ സുന്ദരയമുനാ തടാന്തവീഥീഷു ഗോപീ ജനോത്തരീയ രാഭാതീത സംസ്തരോ നിഷേധസ്ഥം സുമമധുരനർമ്മലഭനൈ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസേ ഘാടാലിംഗനസംഘൈ സ്ത്വമംഗനലോക മാകുരീചക്ഷേ വാസോഹരണ ദിനയേ യാ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശ സ്വാധ്വാനാം കാന്തസുഭ്രവോ മദധാ ഖന്ദളിതഘർമാലേശം കുന്ദൂ മൃദുസ്മേരവക്ത്രോ പാദേജം നന്ദസുധാ ത്വം ത്രിജഗൽ സുന്ദരമുപഗുഹ്യ നന്ദിതഭാല വിരഹേ ശൃംഗാരമയശ്ച സംഘമേഹിതം ത്വം നിതരാമംഗരാമായ സത്രേ പുനഃസംഘമോഭി ചിത്രമഥിം രാധാതുംഗപയോധര സാധുപരീരംഭലോലുപ്താത്മാനാം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗധാൻ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 66. ഗോപീജനാഹ്ലാദം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗി സരസിജാം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണീയം തുടങ്ങുന്നത് മുമ്പ് നമുക്ക് ഉണ്ണിക്കണ്ണനായ കൃഷ്ണൻ്റെ ലീലകൾ കുറച്ച് ഒന്ന് നോക്കാം. പ്രസവിച്ച് 10 ദിവസം തികയുന്നതിന് മുമ്പ് മുതൽ കൃഷ്ണൻ കാണിച്ചുകൊണ്ടിരുന്ന അത്ഭുത ലീലാവിലാസങ്ങൾ കണ്ട് ഗോപന്മാർക്കും ഗോപികൾക്കും ആ ശിശുവിൽ ഭക്തിയോടുകൂടിയ ഒരു സ്നേഹവാത്സല്യം ദിനം പ്രതി വർദ്ധിച്ചു വന്നു. എന്നാൽ ഗോപന്മാരെ അപേക്ഷിച്ച് ഗോപവനിതകൾക്കാണ് ആ ബാലനിൽ കൂടുതൽ ഭക്തിയും പ്രേമവും തഴച്ചത്. ആ ഉണ്ണിക്കുമാരൻ്റെ സാമീപ്യം അവർ സദാ ആഗ്രഹിച്ചു. അവനോട് എപ്പോഴും ചേർന്നിരുന്നു കളസല്ലാപം ചെയ്ത് രസിക്കണമെന്നുള്ള മോഹം അവരിൽ കൂടുതൽ അങ്കുരിച്ചു വന്നു. അത് ക്രമേണ പ്രവർദ്ധമായിക്കൊണ്ടിരുന്നു. ഗോപസ്ത്രീകള് പല വിധക്കാരായിരുന്നു. രാധ മുതലായവർ ഭഗവാൻ അവതരിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ജനിച്ചവരാണ്. ചിലർ ഭഗവാനെ സേവിച്ചു മുക്തിയടയുവാൻ വേണ്ടി ജന്മമെടുത്തവരാണ്. ചിലർ ഭഗവാന്റെ കളകോമള ചിന്മയ രൂപം കണ്ട് ആനന്ദിച്ച് സായുജ്യമടയുവാൻ വേണ്ടി ജനിച്ചവരാണ്. ഏതു രൂപത്തിൽ തൻ്റെ ഭക്തകളെ ആനന്ദിപ്പിക്കണമോ ആ വിധത്തിൽ രൂപമണിഞ്ഞാണ്
ഭഗവാൻ അവരെ രസിപ്പിച്ചത്. എന്നാൽ ആ സമയം സാക്ഷാൽ യോഗീശ്വരനായ കൃഷ്ണൻ അതിൽ നിന്നെല്ലാം നിവൃത്തനും നിസ്സംഗനുമായി മാറി നിന്നിരുന്നു. ഭഗവാന്റെ ആ അത്ഭുത മായാലീലകൾ കണ്ട് ദേവ മാമുനികൾ പുഷ്പവർഷം പൊഴിച്ചു. കൃഷ്ണൻ തന്നോടുകൂടി മാത്രമാണ് രമിക്കുന്നത് എന്നുള്ള ചിന്ത മൂലം ഓരോ ഗോപികയ്ക്കും ഗർവമുണ്ടായപ്പോൾ അഹങ്കാരവൈരിയായ ആ മായാമയൻ പെട്ടെന്ന് അവരുടെ സന്നിധിയിൽ നിന്നും തിരോധാനം ചെയ്തു. ഗോപികൾ തങ്ങളുടെ മനോരമണന്റെ വേർപാടിൽ ദുഃഖിതയായി കാളിന്തി പുളിനത്തിലും സമീപവന സങ്കേതങ്ങളിലും വിരണ്ടു നടന്ന് അന്വേഷിക്കാൻ തുടങ്ങി. മനസ്സിന്റെ വികൽപ്പഭ്രാന്തികളാൽ അചേതനങ്ങളായ വൃക്ഷങ്ങളോടും വല്ലികളോടും കൂടി അളിവർണ്ണനെ കണ്ടോ, ഞങ്ങളുടെ കണ്ണനെ കണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് അവിടമെല്ലാം അലഞ്ഞന്വേഷിച്ചു നടന്നു. ഭഗവാന്റെ രാസക്രീഡ പ്രേമഭക്തിയുടെ ഒരു ബാഹ്യപ്രകടനം മാത്രമായിരുന്നു. ശൃംഗാരത്തിന്റെ യാതൊരു കൃത്യവും അതിൽ നടക്കുന്നില്ല. ഭക്തി മൂലം ഗോപികമാരുടെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു രതിസുഖമെന്നേ പറയാനുള്ളൂ. അത് ശൃംഗാര രസമിളിതമെന്ന് അജ്ഞാനികൾ വിശ്വസിക്കുന്നു. ഭഗവാനെ ഏതു രൂപത്തിൽ കാണണമെന്ന് ഭക്തകളായ ഗോപസ്ത്രീകൾ ആഗ്രഹിച്ചുവോ ആ രൂപത്തിൽ അദ്ദേഹം അവരുമായി ചേർന്ന് അവരെ ആനന്ദിപ്പിച്ചു. അതാണ് ഓരോ ഗോപസ്ത്രീയുടെ മുമ്പിലും ഓരോ തരം കൃഷ്ണനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അവരുടെ ഭക്തിയിൽ ശൃംഗാരത്തിൻ്റെ മാലിന്യം കലരുന്നുണ്ടോ എന്ന് സംശയിച്ച് ഭഗവാൻ അവരെ കൃത്യത്തിൽ നിന്നും നിർവൃത്തിയിലേക്ക് തിരിച്ചുവിട്ടു. കൃത്യത്തിൻ്റെ വേഷത്തിൽ നിസ്സംഗനായ അദ്ദേഹം മാറി നിന്നുകൊണ്ട് നിർവൃതിയുടെ താണ്ഡവ ലീലകളാണ് ആടിയത്. അതുമൂലം അവരിലുണ്ടായ മോഹാസക്തി നശിച്ച് അവർ കൂടുതൽ ഭക്തിയുള്ളവരായി തീർന്നു. മായാമയനായ ഭഗവാന്റെ രാസക്രീഡയുടെ പരമ രഹസ്യമായ തത്വം അതായിരുന്നു. ഇനി നമുക്ക് നാരായണീയത്തിലേക്ക് കടക്കാം. 66-ാം ദശകം. ഗോപീ ജനാഹ്ലാദം. ഉപയാതാനാം സുദൃശാം കുസുമായുധ ബാണപാദ വിവശാനാം അഭിവാഞ്ചിതം വിധാതും ഹൃതമതിരപിതാ ജഗാഥ വാമമിവാം. കുസുമായുധ ബാണപാദ വിവശാനാം, കാമബാണമേറ്റ് പരവശന്മാരായി, ഉപയാതാനാം സുദൃശാം, തൻ്റെ അരികിലേക്ക് വന്നു ചേർന്ന സുന്ദരിമാരായ ഗോപികമാരുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ ഉറച്ചിരുന്നിട്ടും ത്വാം വാമം ഇവ ജഗാഥ, അങ്ങ് അവരോട് ഇടത്തടിച്ച മട്ടിൽ അരുളി ചെയ്തു. ഇവിടെ ഇടുത്തടിച്ച മട്ടിൽ എന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അനുകൂലമാണെന്ന് താല്പര്യം. ഭഗവാൻ എന്തിനായി എതിരു പറയുവാൻ ഒരുങ്ങി എന്ന് ഭക്തനായ പട്ടേരിപ്പാട് ഭാവനം ചെയ്യുകയാണ്. കാമദേവന്റെ ബാണമേറ്റ് വിവശകളായി തീർന്ന് ഭവാനുമായി രമിക്കുന്നതിന് അടുത്തെത്തിപ്പെട്ടവരായ സുന്ദരികളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നതിന് അങ്ങ് നിശ്ചയിച്ചവനെങ്കിലും അവരോട് വിപരീതമായിട്ടെന്ന പോലെ പറഞ്ഞു. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗതി കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസം. ആകാശത്തിൽ വന്നു നിന്ന മഹർഷിമാരുടെ സമൂഹത്തെ കേൾപ്പിക്കുന്നതിനു വേണ്ടി കുലവധുക്കൾ ആചരിക്കേണ്ട ധർമ്മം എന്തെന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞു, അങ്ങയുടെ വാക്ക് ധർമ്മത്തിനനുസരിച്ചത് തന്നെ ആണല്ലോ. നിഷ്കളങ്കനായ അങ്ങയുടെ കർമ്മമാകട്ടെ വിശ്വസിക്കത്തക്കത് അല്ലല്ലോ. ഭഗവാന്റെ ഉപദേശത്തെ അനുസരിക്കുകയല്ലാതെ ഭഗവാന്റെ കർമ്മങ്ങളെ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത്.
അത് ആപത്തിന് വഴിയൊരുക്കും. ആകർണ്യതേ പ്രതീപാം വാണിമേണീദൃശഃ പരം ദീനാഃ മാമാ കരുണാ സിന്ധോ പരിത്യജേത്യതിചിരം വിലേപുസ്താഃ. സുന്ദരിമാരായ ഗോപികമാര് അങ്ങയുടെ വിപരീത ഭാവത്തിലുള്ള വാക്കിനെ കേട്ടിട്ട് ഏറ്റവും സങ്കടപ്പെട്ടവരായിട്ട്, അല്ലയോ കരുണവാരിധേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, അരുതേ എന്നിങ്ങനെ ഏറെ നേരം വിലപിച്ചു. അതായത് കരഞ്ഞ് പറഞ്ഞു. കുലവധുക്കൾക്ക് അന്യപുരുഷ സംഗമം നിഷിദ്ധമാണ് എന്ന ധർമാനുകൂലമായ വാക്കുകൾ ഭഗവാനിൽ നിന്ന് കേട്ടപ്പോൾ തങ്ങളുടെ ഉദ്ദേശം ഫലിക്കാതെ പോയേക്കുമോ എന്ന ഭയമാണ് ആ സ്ത്രീകൾക്ക് ഉണ്ടായത്. താസാം രുദിതൈർലപിതൈഃ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിഃ സമം പ്രവർത്തോ യമുനാം പുളിനേഷു കാമമഭീരന്തും. അല്ലയോ മുരരിരുപുവായ ഭഗവാനെ, അവരുടെ രോദനം കൊണ്ടും ആവലാതിയായ വാക്കുകൾ കൊണ്ടും കരുണ തോന്നി വ്യാകുല ഹൃദയനായി തീർന്ന അങ്ങ് യമുനാ നദിയുടെ മണൽത്തിട്ടുകളിൽ അവരോടുകൂടി ചേർന്ന് നന്നായി രമിക്കുന്നതിനായി ഉദ്യതനായി. ചന്ദകരസ്യന്തലസത് സുന്ദരയമുനാ തടാന്തവീഥിഷു ഗോപീജനോത്തരീയൈരാപാതിത സംസ്തരോ നിഷീദസ്ത്വം. അങ്ങ് പൂനിലാവിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ യമുനാ നദിയുടെ തീരപ്രദേശങ്ങളിൽ ഗോപസ്ത്രീകൾ ധരിച്ചിരുന്ന മേൽവസ്ത്രങ്ങളെ കൊണ്ട് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയവനായി അതിൽ ഇരുന്നു. സുമധുര നർമാലാപനൈഃ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈഃ ഗാഢാലിംഗന സംഗൈസ്ത്വമംഗനാലോകമാകുലീചകൃഷേ. അത്യധികം മധുരമായ നർമ്മവാക്കുകൾ കൊണ്ടും കരഗ്രഹണങ്ങൾ കൊണ്ടും ചുംബന വിലാസങ്ങളെ കൊണ്ടും മുറുകെ ശരീരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആലിംഗനങ്ങളെ കൊണ്ടും അങ്ങ് ആ ഗോപസ്ത്രീ സമൂഹത്തെ ആനന്ദാകുലമാക്കി തീർത്തു. വാസോഹരണദിനെ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശസ്വാന്താനാം കാന്ത സുഭ്രുവാമദഥാഃ. അല്ലയോ വിഭോ, മുമ്പ് താൻ അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച ദിവസം യാതൊരു വസ്ത്രാഹരണം, അതായത് വസ്ത്രം അഴിച്ചുമാറ്റല്, അവരോട് പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നുവോ? സംഭോഗരസത്താൽ പരവശമായി തീർന്ന ഹൃദയങ്ങളോടുകൂടിയ സുന്ദരികളായവർക്ക് അതും അങ്ങ് ചെയ്തു കൊടുത്തു. കന്ദളിത ഘർമ്മലേശം കുന്ദമൃദുസ്മേരവത്രപാഥോജം നന്ദസുതത്വാം ത്രിജഗത് സുന്ദരമുപഗുഹ്യ നന്ദിതാ ബാലാഃ. അല്ലയോ നന്ദനന്ദന, സ്വൽപാൽപം ശ്വേതജലം പൊടിഞ്ഞവനും മുല്ലപ്പൂ പോലെ വെളുത്തതും മൃദുവായതുമായ പുഞ്ചിരി തൂകുന്ന മുഖപത്മത്തോടു കൂടിയവനും ത്രൈലോക്യ സുന്ദരനുമായ അങ്ങയെ ആലിംഗനം ചെയ്തിട്ട് ആ ഗോപബാലികമാർ നന്ദിതകളായി, അതായത് ആനന്ദ പരവശരായി ഭവിച്ചു. വിരഹേ ശൃംഗാരമയശ്ച സംഗമേഭിത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃസംഗമേഭി ചിത്രമിതം. പ്രിയ ജനങ്ങളുമായി വിരഹം സംഭവിക്കുമ്പോൾ എരിയുന്ന തീക്കൊള്ളിക്ക് സമാനവും അവരുമായുള്ള സംഗമത്തിൽ ശൃംഗാര രസാത്മകനുമായിരിക്കുന്ന അങ്ങ് അവിടെ പിന്നെ സംഗമത്തിലും ഏറ്റവും അങ്കാരമയനായി, അതായത് തീക്കൊള്ളി പോലെ ഉള്ളവനായി. ഇത് അത്ഭുതം തന്നെ. രണ്ടാമതുള്ള അങ്കാരമയ എന്നത് അംഗ അരമയ എന്ന പദച്ഛേദം ചെയ്യണം.
അങ്ക എന്നാൽ സുന്ദര, അരമയ രമിച്ചു. പിന്നെ സുന്ദരനായ ഭഗവൻ അങ്ങ് സംഗമത്തിൽ വീണ്ടും രമിച്ചു എന്നർത്ഥം ലഭിക്കുന്നു. രാധാതുംഗപയോധര സാധുപരീരംബലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതാൻ. രാധയുടെ ഉന്നതങ്ങളായ സ്ഥലങ്ങളെ വേണ്ടതുപോലെ ആശ്ലേഷിക്കുന്നതിൽ ഔത്സുക്യമുള്ള മനസ്സോടുകൂടിയ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അല്ലയോ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതീശ്വരനായിരിക്കുന്നവനെ, എൻ്റെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കണമേ എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയോടുകൂടി 66-ാം ദശകം സമാപിക്കുന്നു. നമസ്തേ.